ലോകചരിത്രത്തിൽ ചില സംഭവങ്ങൾ ഒരു മനുഷ്യജീവിതം മാത്രമല്ല, മുഴുവൻ ശാസ്ത്രലോകത്തിന്റെ ചിന്താഗതി തന്നെ മാറ്റിമറിക്കുന്നു. അത്തരത്തിൽ ഒരു പേരാണ് ഫിൻസ് ഗേജ്. വെൽക്കം ടു അവർ ചാനൽ മിസ്റ്റീരിയസ് വേൾഡ്. 1823 അമേരിക്കയിൽ ജനിച്ച ഫിൻസ് ഗേജ് ഒരു റെയിൽവേ കൺസ്ട്രക്ഷൻ ഫോർമാൻ ആയിരുന്നു. ഫിൻസ് ഗേജ് ഒരു ശാന്തനായ മനുഷ്യനും ഉത്തരവാദിത്വമുള്ള ഒരു നേതാവും നിയന്ത്രണമുള്ള വ്യക്തിത്വവുമായിരുന്നു. പക്ഷേ ആ ദിവസത്തിനു ശേഷം എല്ലാം മാറി. 1848 സെപ്റ്റംബർ 13 അമേരിക്കയിലെ വെർമോണ്ട് എന്ന സ്ഥലത്ത് റെയിൽവേ നിർമ്മാണം നടക്കുകയാണ്. പാറ പൊട്ടിക്കാൻ വേണ്ടി ഫിൻസ് ഗേജ് ഉപയോഗിച്ചത് ഒരു ടാമ്പിംഗ് അയൺ ആയിരുന്നു. ഏകദേശം 3 അടി 7 ഇഞ്ച് നീളമുള്ള 6 കിലോ ഭാരമുള്ള ഒരു കനത്ത ഇരുമ്പ് ദണ്ഡം. ഒരു ചെറിയ അശ്രദ്ധ മൂലം വിസ്ഫോടനം സംഭവിക്കുകയും ആ ഇരുമ്പ് ദണ്ഡം വെടിയുണ്ട പോലെ ഗേജിന്റെ ശരീരത്തിലേക്ക് പാഞ്ഞു കയറി. അത് ഗേജിന്റെ ഇടതു കവിളിലൂടെ കയറി തലച്ചോറിന്റെ മുൻഭാഗമായ ഫ്രണ്ടൽ ലോബ് തുളച്ച് തലയിലെ മുകളിൽ കൂടി പുറത്തേക്ക് പോയി. ഇത്തരത്തിലുള്ള പരിക്ക് മരണം ഉറപ്പുള്ളതാണെന്ന് ആ കാലത്ത് മാത്രമല്ല, ഇന്നുപോലും കരുതപ്പെടുന്നു. പക്ഷേ ഫിൻസ് ഗേജ് അതിജീവിച്ചു. അപകടത്തിനു ശേഷം അദ്ദേഹം ബോധവാനായിരുന്നു. സംസാരിക്കുകയും നടന്നു പോകാനും ശ്രമിക്കുകയും ചെയ്തു. ഡോക്ടർ ജോൺ മാർട്ടിൻ ഹാർലോ ഈ അപൂർവ കേസിനെ വിശദമായി പഠിച്ചു. ശരീരപരിക്ക് ഭേദമായെങ്കിലും ഗേജിന്റെ മനസ്സും വ്യക്തിത്വവും പൂർണ്ണമായും മാറിയിരുന്നു. ഇത് പഴയ ഗേജ് അല്ല. മുമ്പ് ശാന്തനും നിയന്ത്രണമുള്ളവനുമായിരുന്ന ഗേജ് അപകടത്തിനു ശേഷം ക്ഷണത്തിൽ കോപം വരുന്നവനായി. അശ്ലീലവും സാമൂഹികമായ അസ്വീകാര്യവുമായ ഭാഷ ഉപയോഗിച്ച് തെറ്റായ തീരുമാനങ്ങളെടുത്ത് ഉത്തരവാദിത്വം നഷ്ടപ്പെട്ട വ്യക്തിയായി മാറി. അദ്ദേഹത്തെ അറിയുന്നവർ പറഞ്ഞു, ഗേജ് ഈസ് നോ ലോങ്ങർ. ശാസ്ത്രലോകം കണ്ട ഏറ്റവും വലിയ തിരിച്ചറിവ്. ഈ കേസ് ഒരു വലിയ സത്യം തെളിയിച്ചു. അതുവരെ ആളുകൾ കരുതിയത് തലച്ചോർ ഒരൊറ്റ ഘടകമാണ്. ഫിൻസ് ഗേജ് തെളിയിച്ചത് തലച്ചോറിൻ്റെ ഓരോ ഭാഗത്തിനും വ്യക്തമായ പ്രവർത്തനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഫ്രണ്ടൽ ലോബ് വ്യക്തിത്വം, വികാര നിയന്ത്രണം, തീരുമാനങ്ങൾ, സാമൂഹിക പെരുമാറ്റം എന്നിവയെ നിയന്ത്രിക്കുന്നു. ഇതോടെയാണ് മോഡേൺ ന്യൂറോ സയൻസ് ആൻഡ് സൈക്കോളജി വികസിക്കാൻ തുടങ്ങിയത്. അപകടത്തിന് ശേഷം ജോലി നഷ്ടപ്പെട്ട ഗേജ് പിന്നീട് അമേരിക്കയിലും വിദേശത്തുമായി വിവിധ ജോലികൾ ചെയ്തു. ഒരു കാലത്ത് അപകടം അതിജീവിച്ച മനുഷ്യനായി ഒരു സർക്കസിൽ പോലും പ്രവർത്തിച്ചു. അവസാന വർഷങ്ങളിൽ അദ്ദേഹത്തിന് അപസ്മാരം അനുഭവപ്പെടുകയും 1860 വെറും 36 വയസ്സിൽ ഫിൻസ് ഗേജ് മരണപ്പെടുകയും ചെയ്യുന്നു. ഇന്നും ഫിൻസ് ഗേജിൻ്റെ തലച്ചോറിൻ്റെ അസ്ഥിയും അപകടത്തിൽ തുളച്ച ഇരുമ്പ് ദണ്ഡവും ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിൽ സംരക്ഷിച്ചിരിക്കുന്നു. ഫിൻസ് ഗേജ് ഒരു ശാസ്ത്രജ്ഞനല്ല, എന്നാലും മനുഷ്യ മനസ്സിൻ്റെ വലിയ രഹസ്യങ്ങൾ തുറന്ന ഒരു ജീവിച്ച പരീക്ഷണമായിരുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ഫ്രം മിസ്റ്റീരിയസ് വേൾഡ്.